നമസ്കാരം. ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ച അഖില ലോക കേരള സഭയിൽ ഒരു ഫൗള് നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. നമ്മുടെ രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഫെഡറൽ സംവിധാനം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാന ശിലകളും. അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളും പ്രത്യേക അധികാരങ്ങളും ഉണ്ട്. കേന്ദ്രത്തിനും കേന്ദ്രത്തിൻ്റേതായ ചില ചുമതലകളും പ്രത്യേക അധികാരങ്ങളുമുണ്ട്. അതനുസരിച്ച് വിദേശകാര്യം, അതേപോലെ പ്രതിരോധം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്, രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ പറയുന്നത്, രാജ്യത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് ഒക്കെ കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അക്കാര്യത്തിൽ യാതൊരു റോളുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണല്ലോ നമ്മളുടെ ഭാരതം. ആ ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ കേരളം. ഇതൊരു സംശയമായിട്ട് പോലും ഉന്നയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പറയുന്ന കേരള സഭയിൽ ഇന്ന് അവതരിപ്പിച്ച പ്രമേയങ്ങളിലൊന്നാണ് ഇങ്ങനെയൊരു സംശയം ഉണ്ടാക്കുന്നത്. പ്രമേയം പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ്. സ്ട്രെയിറ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് സംസ്ഥാനത്ത് ഇന്ന് നടന്ന ഈ കേരള സഭ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. പാലസ്തീന് പൂർണ്ണമായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ള ഉപദേശവും ആ പ്രമേയത്തിലുണ്ട്. ഇങ്ങനെ പ്രമേയങ്ങൾ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര നയത്തിനെതിരെ, കേന്ദ്ര നയത്തിന് ഘടകവിരുദ്ധമായിട്ടൊക്കെ പ്രമേയങ്ങൾ കൊണ്ടുവരികയും ഏകകണ്ഠമായിട്ടും ചിലപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആബ്സെൻസിലുമൊക്കെ പാസ്സാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, മദനിയുടെ മോചനം തൊട്ട് ഇങ്ങോട്ട് പല വിഷയങ്ങളിൽ, CAA വിഷയങ്ങളിൽ, യൂണിഫോം സിവിൽ കോഡ് വിഷയങ്ങളിൽ, അതേപോലെ കാർഷിക സമരം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അധികാരം അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിൽ നടക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സെമിനാറാണ്. 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും എന്നറിയിച്ച ഒരു ഇൻ്റർനാഷണൽ സെമിനാറാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ആണ്. യൂസഫ് അലിയെ പോലെയുള്ള ചില കോടീശ്വരന്മാർ ഇപ്പോൾ കുവൈറ്റിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വലിയ ട്രാജഡിയുമായി ബന്ധപ്പെട്ടായിരിക്കണം അദ്ദേഹം വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ദുഃഖാചരണം പോലും പ്രഖ്യാപിക്കാത്തത് ഒരുപക്ഷെ ലോക കേരള സഭയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാനാണ് എന്നുള്ള വിമർശനവും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തുന്ന ഈ സഭയിൽ ഇങ്ങനെ ഒരു പ്രമേയം, അതായത് ഭാരതത്തിൻ്റെ വിദേശ നയത്തിന് ഘടകവിരുദ്ധമായ പ്രമേയം, അത് ഘടകവിരുദ്ധമെന്ന് ഞാൻ എടുത്തു പറയുന്നതിന് കാരണം ഭാരതത്തിന് ഇങ്ങനെയല്ല ഭാരതത്തിൻ്റെ നയം എന്നത് തന്നെയാണ്. പൂർണ്ണമായും പാലസ്തീൻ്റെ കൂടെ നിൽക്കുക, ഇസ്രായേലിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുക എന്നത് കേരളം ഉൾപ്പെടുന്ന ഭാരതത്തിൻ്റെ വിദേശ നയം അല്ല. ഭാരതം ഇരുകൂട്ടരോടും സമാധാനം വേണം, നിങ്ങൾ പരസ്പരം ആക്രമണം നിർത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഹമാസിനെ വെള്ളപൂശലാണ് പാലസ്തീൻ സ്നേഹത്തിൻ്റെ പേരിൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിൽ ആദ്യമായിട്ട് ഈ ഒക്ടോബർ 7 ഹമാസ് ഭീകരരുടെ ഇസ്രായേലിന് മേലുള്ള ഏകപക്ഷീയമായ ആക്രമണത്തിന് ശേഷം ഒരു ഹമാസ് ഭീകരൻ തന്നെ ഒരു വലിയ ജനസഭയെ അഭിസംബോധന ചെയ്ത സംസ്ഥാനം കേരളമാണ്. ഒരു റാലിയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രവാസി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിളിച്ചു കൂട്ടുന്ന ഒരു സഭയിൽ തികച്ചും രാഷ്ട്രീയം ഉള്ള, അതും ഏകപക്ഷീയമായ രാഷ്ട്രീയമുള്ള, ഭാരതത്തിൻ്റെ പ്രഖ്യാപിത വിദേശ നയത്തിന് എതിരായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്നത് ശരിയാണോ? ഒരുപക്ഷെ ഇതിനെ സാങ്കേതികമായി ന്യായീകരിക്കാനും നിയമപരമായി അതിൽ തെറ്റില്ല എന്ന് പറയാനും സാധിച്ചേക്കാം, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ധാർമ്മികമായി ഇത് ശരിയാണോ? ഒരു പ്രവാസി സമൂഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയം പ്രവാസികളുടെ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ പൊതുവികാരം ആണോ? അങ്ങനെയാണോ ഈ പ്രവാസി സമ്മേളനത്തിൻ്റെ സംഘാടകരും സംസ്ഥാന സർക്കാരും കരുതുന്നത്? ഇന്ന് അഖില ലോക കേരള സഭയിൽ നടന്നത് പാലസ്തീൻ്റെ ഭാരതത്തിലെ അംബാസഡർ കൊടുത്തുവിട്ട ഒരു പതാക, ആ പതാക മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുന്നു, മുഖ്യമന്ത്രി അത് സ്വീകരിക്കുന്നു, അതിനുശേഷം അത് സ്പീക്കർ AN ഷംസീറിന് കൈമാറുന്നു. അതോടൊപ്പം
പാലസ്തീന് പൂർണ്ണമായി പാലസ്തീനെ മാത്രം അനുകൂലിച്ചുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായ ഒരു പ്രമേയം കൂടി ഈ സഭ പാസ്സാക്കുന്നു. ഇതാണ് നടന്നത്. ഇങ്ങനെ പാലസ്തീൻ അംബാസഡറുടെ കയ്യിൽ നിന്ന് പതാക സംസ്ഥാനം ഏറ്റുവാങ്ങുമ്പോൾ ഇത് കേന്ദ്ര വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചിട്ടാണോ ഇത്തരം പരിപാടികളൊക്കെ നടത്തിയത് എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇത് നിലവിലുള്ള പ്രോട്ടോക്കോളിനും നിലവിലുള്ള സാമാന്യ മര്യാദയ്ക്കും എതിരായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനൊക്കെ അർത്ഥം ഭാരതത്തിലെ സംസ്ഥാനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായും വിദേശ നയങ്ങളുമായും യാതൊരു ബന്ധവും ഇല്ല എന്നല്ല. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. അതിനുശേഷം എന്തായിരിക്കും സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ സഭയെ കൊണ്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ 2013 അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തന്നെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഭാരതം പോലെ ഇത്രയും വൈവിധ്യങ്ങളും ഇത്രയും സംസ്ഥാനങ്ങളുമുള്ള ഒരു രാജ്യത്ത് വിദേശ നയത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളും സംസ്ഥാനങ്ങളുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസും ഒക്കെ പരിഗണിക്കപ്പെടണം. ദില്ലിയിലുള്ള ചില ആൾക്കാർ മാത്രമായിരിക്കരുത് നമ്മളുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം അധികാരം കിട്ടിയ ശേഷം അദ്ദേഹം വിദേശ വകുപ്പിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം വളരെ വ്യക്തമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പ്രത്യേക സാഹചര്യങ്ങളും സംസ്ഥാനത്തെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, നയരൂപീകരണത്തിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി കേന്ദ്രത്തിൻ്റെ പക്കൽ എത്തിക്കാനും കേന്ദ്രത്തിന് അത് ചെവിക്കൊള്ളാനും ഉള്ള സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. 2014 വരെ അങ്ങനെ ഒരു സംവിധാനം രാജ്യത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് പതാക സ്വീകരിക്കലും പ്രമേയം പാസ്സാക്കലും ഒരു സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിലെ ഔചിത്യമാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി ഈ ചോദ്യം ചെയ്യപ്പെട്ട ഈ ഔചിത്യത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം, ആ ചേതോവികാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയമാണ്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നിലവിലുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് എന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു 3 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഉണ്ടായ വാർത്തകളിൽ വന്ന സംഭവങ്ങൾ. ഒന്ന്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന തന്നെയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കാണുന്നു. അവരെ അങ്ങനെ ചവിട്ടി താഴ്ത്തി ഇട്ടിട്ട് ന്യൂനപക്ഷ വോട്ടിൻ്റെ പിന്നാലെ CPM പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഈഴവരുടെ വോട്ട് CPMന് എക്കാലത്തും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് ഈഴവരെ പരിഗണിക്കുന്നില്ല. മറിച്ച് പുതിയ വോട്ട് ലഭിക്കാൻ വേണ്ടി സംഘടിത മുസ്ലിം വോട്ടിൻ്റെ പിന്നാലെ CPM പോകുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇനി രണ്ടാമത്തേത് ഇന്ന് വന്ന വാർത്തയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ അദ്ദേഹം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, CPM മുസ്ലിം വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന്. CPM മുസ്ലിം വോട്ടിന് വേണ്ടി സംസ്ഥാനത്ത് ഭയപ്പാടുണ്ടാക്കുന്നു. ഞങ്ങൾ അധികാരത്തിലില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരായി പോകുമെന്ന വലിയ പ്രചരണം നടത്തുന്നു. ഇതെല്ലാം മുസ്ലിം വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സാദിഖ് അലി തങ്ങളും പറയുന്നു. ഇനി മൂന്നാമത്തെ വാർത്ത എന്താണ്? CPMനുള്ളിൽ തന്നെ ഇത്തരം ചില വിമർശനങ്ങൾ വരുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഒരു അവലോകന യോഗത്തിൽ ഇതേ വിഷയം ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു എന്നും ഹിന്ദു ഭൂരിപക്ഷത്തെയും അല്ലെങ്കിൽ സാധാരണക്കാരായ ഈ നാട്ടിൽ CPMൻ്റെ വോട്ടർമാരെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിൻ്റെ പിന്നാലെ CPM പോകുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ മാറുന്ന സാഹചര്യങ്ങൾ, കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ പാർട്ടികളുടെ ഈ മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ കണ്ണുമടച്ചുകൊണ്ട് അന്തർദേശീയ വിഷയങ്ങളായാലും ദേശീയ വിഷയങ്ങളായാലും സംസ്ഥാന വിഷയങ്ങളായാലും
മുസ്ലിം രാഷ്ട്രീയത്തോടൊപ്പം കണ്ണുമടച്ചുകൊണ്ട് അങ്ങ് നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവർ ശീലമാക്കി വരികയാണ്. അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇത് ഇന്ന് ആദ്യമായിട്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല, നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മെയ് 2021 സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു മലയാളി നേഴ്സ് അഷ്കലോൺ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു ഭൂപ്രദേശത്ത് മിസൈൽ ആക്രമണത്തിൽ മരിച്ചപ്പോൾ ആ മിസൈൽ എന്നുള്ളതിൻ്റെ തൊട്ടു പിന്നിലുള്ള ഹമാസിൻ്റെ മിസൈൽ ആക്രമണം എന്നുള്ളതിലെ ഹമാസ് വെട്ടിയിട്ടാണ് എല്ലാവരും ഉപയോഗിച്ചത്. ഈ ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു എന്ന് പാവപ്പെട്ടവരെ, ഉറങ്ങിക്കിടന്നവരെയും പ്രായമായവരെയും യുവതികളെയും കുട്ടികളെയും ഒക്കെ ആരെയും വിടാതെ എല്ലാവരെയും കൊല്ലാനും തട്ടിയെടുക്കാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ ശ്രമിച്ചപ്പോൾ, അത് ചെയ്തപ്പോൾ നിരവധി ആൾക്കാരെയാണ് തട്ടിക്കൊണ്ടുപോയത്, നിരവധി യുവതികളെയാണ് ബലാത്സംഗം ചെയ്തത്. അത്ര മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി ഹമാസ് ഭീകരവാദികൾ നടത്തിയപ്പോൾ അവർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും, ഒരുപക്ഷെ BJP ഒഴിച്ചുള്ള മറ്റ് ഇടത് വലത് മുന്നണികളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും തയ്യാറാകാത്തത് കേരളത്തിലെ ഈ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. ഹിന്ദുക്കൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമ്പോൾ സംഘടിത മുസ്ലിം ന്യൂനപക്ഷം ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന ബോധ്യം ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ വോട്ട് പിടിച്ചെടുത്ത് തങ്ങളുടേതാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഒരു പക്ഷേ അതിനിടയിൽ തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇവരറിയുന്നുണ്ടാവില്ല. ഷോർട്ട് ടേം ഗെയിൻസ് ആണ് ഇവരുടെയൊക്കെ ആവശ്യം. കുറഞ്ഞ കാലയളവിലേക്ക് നേട്ടമുണ്ടാക്കുകയാണ് ഇവരൊക്കെ നോക്കുന്നത്. അത് കേരളത്തെ എങ്ങനെ ബാധിക്കും, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിലെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അഖില ലോക കേരള സഭ ഈ ദുരന്തത്തിനിടയിലും ഇന്ന് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. അത് എങ്ങനെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ചെയ്തോ എന്നുള്ള കാര്യം ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമസ്കാരം.